മതി. എന്തിനാ എന്നെ രക്ഷിച്ചത്? പഴയ വൈരാഗ്യം എന്നോടിപ്പോൾ തീർക്കായിരുന്നില്ലേ? രക്ഷിക്കാൻ തോന്നി, രക്ഷിച്ചു. എന്തിനാ അവര് നിന്നെ? ആരാ അവര്? ആ ശേഖരന്റെ ആളുകളാ. അയാളുമായി ഞാനൊരു ഇന്റർവ്യൂ എടുത്തിരുന്നു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ അയാൾ തനി സ്വഭാവം കാണിച്ചു. ഞാനത് ടേപ്പ് ചെയ്തിരുന്നു. ആ ടേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ എന്നെ ഇങ്ങനെ. സുരൻ വന്നില്ലായിരുന്നെങ്കിൽ പിച്ചി ചീന്തിയനെ സുന്ദരമായ ഈ ശരീരം. എനിക്ക് വേണ്ടത് ആ സത്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ല. ശേഖരൻ പഠിച്ച കള്ളനാ. കള്ളത്തരത്തിൽ എനിക്ക് ബിരുദം ശേഖരനേക്കാൾ ഒരു പടി മുന്നിലാ. CI പറഞ്ഞത് ഞാൻ വിശ്വസിക്കായിരുന്നു. പിന്നീട് സത്യം അറിഞ്ഞപ്പോൾ പല പ്രാവശ്യം ജയിലിൽ വന്ന് കാണാനിരുന്നതാ. പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല. കുറ്റബോധം. എൻ്റെ മാധ്യമരംഗത്ത് ഞാൻ ആകെ ചെയ്ത തെറ്റ് തന്നോടാ. പലരും പറഞ്ഞത്. സാരമില്ല, തെറ്റുകളുടെ ലോകത്താ നമ്മളൊക്കെ ജീവിക്കുന്നത്. പണ്ട് ചെറുപ്പത്തില് പെറ്റത്തള്ള പിഴയാണെന്നറിഞ്ഞപ്പോ നാട് വിട്ടതാ കൂടപ്പിറപ്പുകളെ പോലും നോക്കാതെ. പിന്നെ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. എൻ്റെ ചേട്ടനോ അനിയത്തിയോ എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് നീ എൻ്റെ കൂടെ വേണം. ഞാനുണ്ടാവും. സർ, എവിടെ നിങ്ങൾ ഇന്നലെ വേട്ടയാടി പിടിച്ച ആ മാൻപേട, ദ ഗ്രേറ്റ് റിപ്പോർട്ടർ മിസ് ദേവിക? എന്താണെന്ന് പെരുങ്ങുന്നത്? ആ മാനസിന്ന് ഒറ്റയ്ക്ക് കൊണ്ടായി വിഴിഞ്ഞോ? ഓടുക്കത്തെ ഒരു പത്രക്കാരി വന്നിരിക്കുന്നു. ഓട്ടോ അമ്മയെ കെട്ടിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളും. പിന്നെ ശേഖർ സാറേ, പിള്ളേർക്കൊരു അബദ്ധം പറ്റി. എന്താടാ? അവന്മാര് ഫോളോ ചെയ്തതാ. പക്ഷെ ഏതൊരു നാരികളെ രക്ഷിച്ചു. ഞാനാണ് വായി തോന്നി വിളിച്ച് പറയുകയും ചെയ്തു. ഗുണ്ട ഇവിടെ തനിക്ക് ഇതിന് നല്ല ചെരക്കാൻ പോകുന്നു അല്ല. അപ്പൊ അവളുടെ കയ്യിലുള്ള ടേപ്പ്, ദൈവമേ, ഇപ്പൊ ചാനലങ്ങനെ ന്യൂസ് വന്ന് കാണുമോ? ടേപ്പ് കിട്ടിയിട്ടുണ്ട്, പെണ്ണ് മാത്രം മിസ്സായോ? ഭാഗ്യം, പെണ്ണ് മാത്രമല്ലേ മിസ്സായുള്ളൂ. ഇവിടെ ഏതാടാ ഇനം? ഇതിനും ഇവിടെയും കണ്ടിട്ടില്ലല്ലോ എന്നെ. അത് നമ്മുടെ മരിച്ചുപോയ ഗോപാലേട്ടന്റെ മോളാ. ആര്? നമ്മുടെ പത്രം ഗോപാലേട്ടന്റെ. മൂപ്പര് പള്ളക്കാരോ കത്തി കുത്തി കയറ്റിയതാ. അതെന്തിന്? മൂപ്പര് പത്രത്തിൽ സത്യം മാത്രം എഴുതൂ. അത് നമ്മള് രാഷ്ട്രീയക്കാർക്ക് പിടിക്കോ? ഏടോ വടി പോലെ അലക്കി തേച്ച ഈ കതർ ഷർട്ടും കക്ഷത്തിൽ ഒതുങ്ങാത്തൊരു ഡയറിയും തൂക്കി കിടക്കുന്ന തന്നെ പോലുള്ള ചെറുപ്പക്കാരാണ് ഈ രാഷ്ട്രീയക്കാരുടെ പേര് മുഴുവൻ ചീത്തയാക്കുന്നത്. എടാ, ഈ ഖദർ ഷർട്ടിന് പകരം നല്ല റേമണ്ടിന്റെ തിളങ്ങുന്ന ഷർട്ട് കിട്ടും. പിന്നെ കയ്യിലൊരു ലാപ്ടോപ്പും. അതാ ഇപ്പൊ ന്യൂ ജനറേഷൻ സ്റ്റൈല്. എവിടെ നിന്ന് വരുന്നത്? അതെങ്ങനെയാ? ഞാൻ കരുതിയ പെണ്ണിനെ പിടികിട്ടി കാണുമെന്ന്. വെറുതെ ഒരു ഗുളിക കഴിച്ചത് വേസ്റ്റ് ആയി പോയി. ഒന്ന് നിർത്തപ്പാ. ആ പെണ്ണിനെ കിട്ടിയിരിക്കണം. തന്തേ കൊന്നതുപോലെ അവളെ കൊന്നിട്ടുണ്ടാവണം. മനസ്സിലായോ? ക്ഷമിക്കണ സ്വഭാവം ഈ ശേഖരനില്ല. ഇപ്പൊ ഏറ്റവും യുഗമല്ലേ, കുത്തിയ ഉടനെ തന്നെ കിട്ടും. കിട്ടണം. കിട്ടും, കിട്ടിയിരിക്കും. നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ചന്ദ്രനിലും സൂര്യനിലുമാ. ചന്ദ്രുവിന്റെ പെങ്ങളുടെ മരണം അവരുടെ ഇടയിൽ ആ ഒരു വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ മുതലാക്കണം. ആദ്യം അവര് തമ്മിൽ തല്ലിച്ചാവട്ടെ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ഉശിരുള്ള ആമ്പിള്ളേര് വാടകയ്ക്ക് എടുക്കണം. തീർത്ത് കളയാൻ പറയണം രണ്ടിനെയും. ഇങ്ങനെ വിഡിത്തിനെ എഴുന്നള്ളിക്കാതെ. ജോയി പറഞ്ഞ എന്റെ ശരി. ശരി മുഴുവൻ അവരുടെ പുറകെ ഉണ്ടെന്ന്. അത് മാത്രമല്ല, അധികാരം നമ്മുടെ ഉണ്ടോ? ഇല്ലല്ലോ. ആ പട പേരിന് പറയാൻ ഒരു വ്യവസായ വകുപ്പുണ്ട്. അത് മറക്കണ്ട. കളി ഞാൻ കളിക്കും. സാറന്മാര് കളി കണ്ടാൽ മാത്രം മതി. രണ്ടിന്റെ ഇടയിലേക്ക് ഒരു തീപ്പെട്ടി കൊള്ളി. ഭൂമെന്ന് കത്തിയാലും ശരി, ഇല്ലെങ്കിലും ശരി, നിന്റെ അവസാനത്തെ അവസരമായത്. പറഞ്ഞ മനസ്സിലായല്ലോ? തോക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള അല്ലേ ഈ ഭൂമി. അവര് ഭൂമിക്ക് ഭാരവാ. ജയിക്കാത്ത ഒരു കളിക്കും ഈ ശേഖരം നിൽക്കാറില്ല. അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. കേറു വണ്ടിയില്. ചന്ദ്രു, ചന്ദ്രു, വീണ്ടും എന്നെ ഉപദ്രവിക്കാനുള്ള വരവാണോ? മതിയായില്ലേ നിങ്ങൾക്ക്?
സോറി ചന്ദ്രു. ഒരു കാര്യം പറയാനുണ്ട്, ഇത് കണ്ടിട്ട് തീരുമാനിക്കാം. ഇലക്ഷൻ കഴിഞ്ഞ് പോയിട്ട് പിന്നെ താനിങ്ങോട്ട് ആദ്യമായിട്ട് വരില്ലേ? ഇതാ ഒഴിപ്പിക്കാൻ ഒരു താമസമില്ല. നാളെ തന്നെ എല്ലാം ശരിയാക്കാം. ജയിലിലെ കുറച്ച് നാറുകളെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതാ. ചന്ദ്രു തെറ്റുകാരനാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതറിയിക്കാനും ഈ ദൃശ്യങ്ങൾ ചന്ദ്രുവിനെ കാണിക്കാനുമാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഓക്കെ. ആ ചന്ദ്രു വാ, ഇരിക്കി. വാ ഇരിക്കി. വേണ്ട, കിടന്നോ. എല്ലാം ഉപേക്ഷിച്ച് നന്നാവാൻ തീരുമാനിച്ചതാ. കിടക്ക്. അതിനും സമ്മതിക്കില്ല. അവനാ എന്നോട് ചെയ്തത്. ആ വീരമണി, അവനിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. സാരില്ലടാ, എല്ലാം ശരിയാവും. നീ കിടന്നോ. ഒന്നുമില്ല. സാരമില്ല. അവൻ ചത്തിട്ടില്ല. നിന്റെ ഈ വരവ് അവൻ ചത്തോന്നറിയാനോ? അതവനെ കൊല്ലണോ? നീ മിണ്ടരുത്. കൂടെ നടന്ന് ഇവനെ ഉപദ്രവിക്കുമെന്ന് കരുതിയില്ലടാ. അമ്മാവാ, ചന്ദ്രു അല്ലത് ചെയ്തത്. അത് ചെയ്തത് ആരായാലും അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും. സുരൻ, പോലീസ് സുരൻ, നീ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താ നിനക്ക് വേണ്ടത്? കുറച്ച് ദിവസമായിട്ട് നീ ഇവിടെ കറങ്ങുന്നു ഞാൻ അറിഞ്ഞു. ഇതെന്റെ മണ്ണാ. ഇവിടെ കാല് കുത്തണമെന്നുണ്ടെങ്കിൽ എന്റെ അനുവാദം വേണം. ശേഖരൻ സാറിന്റെ അച്ഛക്ക് സ്ത്രീധനം കിട്ടിയ വകുപ്പിലാണോ ഈ മണ്ണ്? സുരനെ ഏത് മണ്ണും ഒരുപോലെയാ. കാല് കുത്തണം എന്ന് വെച്ചാ കാല് കുത്തും. മതിയടാ, മതിയടാ. നന്നായിട്ട് ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ പീറച്ചെറുക്കണമൊന്നുമല്ല. അയ്യോ, ഞാനൊരു പാവം. എന്തിനാണാവോ അങ്ങൊന്ന് വിളിപ്പിച്ചത്? എന്തൊരു പാവം അല്ലേ ജോയി? കളിച്ച് കളിച്ച് നീ തോള് വരെ എത്തിയല്ലേ? നിനക്ക് ശേഖരൻ 2 ദിവസത്തെ സമയം തരും. പോയിക്കൊള്ളാം, എല്ലാം കെട്ടിപ്പെറുക്കി എടുത്തോണ്ട്. ഇല്ലെങ്കിൽ 3-ാം ദിവസം പൊന്തും നിന്റെ ശവം വടക്കേ പുഴയിൽ. നീ ഇത്തിരി പോന്ന പിള്ളേരെ വെച്ച് എന്നെ വിരട്ടെന്ന് വെച്ചോ? നിനക്ക് ഞാൻ തരും 2 ദിവസം. 3-ാം ദിവസം സൂര്യൻ ഉദിക്കുമ്പോ നീ ഇവിടെ ഉണ്ടാവരുത്.